CJP സമരത്തിന്റെ പേരിൽ ജന്തർ മന്ദറിൽ കലാപം നടത്താൻ നടന്നത് വൻ പണമൊഴുക്ക്. പ്രതിഷേധത്തിൽ പങ്കെടുക്കാനും റീലുകൾ പോസ്റ്റ് ചെയ്യാനും വൻ തുക വാഗ്ദാനം ചെയ്തെന്ന് നടി ആകാംക്ഷ പുരി. CJP ഫണ്ടർമാർ വിമാനയാത്രാ ടിക്കറ്റും താമസവും പണവും വാഗ്ദാനം ചെയ്തു എന്നാണ് വെളിപ്പെടുത്തൽ. കേരളത്തിൽ നിന്നടക്കം എത്തിയ ഇൻഫ്ലുവൻസർമാർക്ക് പണം ലഭിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ആദ്യം ആ നിർണായകമായ പ്രതികരണത്തിലേക്ക്. मुझे क्या बहुत से आर्टिस्ट को एंड आई थिंक बहुत जितने भी लोगों से आप बात करेंगे वो बताएंगे आपको कि हमें ऐसे मैसेजेस आए, हमें टिकट्स ऑफर हुए, हमें स्टे ऑफर हुआ कि आप आइए, हम लोग के साथ दिखिए, सपोर्ट कीजिए, इस पे इतने पोस्ट डालिए, इस पे रील डालिए. तो मुझे बहुत ही दुख हुआ ये देख के कि आपने इस मुद्दे को भी नहीं छोड़ा. ये कोई कंटेंट नहीं है, प्लीज इसे कंटेंट मत बनाइए. ये एक मुद्दा है, बहुत सीरियस मुद्दा है, इसे सॉल्व करिए और इन बच्चों का साथ दीजिए. ये हमारे देश का फ्यूचर है, बस साथ दीजिए और कुछ नहीं. വിവരങ്ങളുമായി ആദർശ് TS ചേരുകയാണ്. ആദർശ്, കോടികളാണ് വാഗ്ദാനം ചെയ്തത്. ആകാംക്ഷ പുരി തന്നെ നേരിട്ട് വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഒരുപാട് പേർ അവിടെ എത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, എന്ത് കണ്ടിട്ടാണ് എന്നുള്ളത് കൂടുതൽ വെളിവാവുകയാണ്. എന്താണ് ആകാംക്ഷ പുരി പറഞ്ഞു വെക്കുന്നത്? രാഖി, ആകാംക്ഷ പുരി അവരുടെ വാക്കുകളിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇത് കേവലം റീലുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കരുത്, പകരം ഇതിനെ ഗൗരവത്തോടെ കാണണം. തനിക്കടക്കം വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്നു. ഈ പാറ്റ സമരത്തെ അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രതികരിക്കുന്നതിന് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ള ഏറെ ഗുരുതരമായ ഒരു ആരോപണം, ഒപ്പം തന്നെ ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആകാംക്ഷ പുരി ചൂണ്ടിക്കാട്ടുന്നത്. രാഖി പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്നടക്കം നമുക്കറിയാം, കേരളത്തിലെ ഇൻഫ്ലുവൻസർമാർ എന്ന് അവകാശപ്പെടുന്ന ചിലരൊക്കെ അവർ ഡൽഹിയിലെത്തുന്നു. മറ്റു ചിലരാകട്ടെ അവർ ഈ പാറ്റാക്കൂട്ടത്തിന്റെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു, പരസ്യമായിട്ടുള്ള പ്രതികരണത്തിന് തയ്യാറാകുന്നു. അപ്പോൾ ഈ രീതിയിൽ നടത്തുന്ന ചില പ്രതികരണങ്ങൾ, അതിനൊക്കെ പിന്നിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് ആകാംക്ഷ പുരി തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അവർ ഈ വിഷയത്തെ ഗൗരവത്തോടെ സമീപിക്കണമെന്നും പറയുന്നു. കാരണം തനിക്കടക്കം സാമ്പത്തികം വാഗ്ദാനം ചെയ്തു എന്നാണ് ആകാംക്ഷ പുരി പറയുന്നത്. ആകാംക്ഷ പുരി ഒരു നടിയും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസർ കൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നടക്കം ഈ പാറ്റാക്കൂട്ടത്തിൻ്റെ സമരത്തെ പിന്തുണച്ചുയർന്ന ചില ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങൾ ചിലർ നേരിട്ട് ഈ ജന്തർ മന്ദറിലെത്തുന്നു, അവിടെ വെച്ച് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ പാറ്റാക്കൂട്ടത്തിൻ്റെ സമരത്തെ പിന്തുണച്ചവർ ഒക്കെ തന്നെ ഈ ഒരു ആകാംക്ഷ പുരി പറഞ്ഞ ഈ വാക്കുകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം ആരംഭിക്കുമ്പോൾ മുതൽ അവർ സംശയ നിഴലിലാണ്. അവർക്ക് വിദേശ സഹായം അടക്കം കിട്ടുന്നു, ഒപ്പം തന്നെ രാജ്യവിരുദ്ധ ശക്തികൾ അവരെ പിന്തുണയ്ക്കുന്നു. ആ രീതിയിലൊക്കെയുള്ള സംശയങ്ങൾ മാത്രമല്ല, ചില ഗൗരവ സ്വഭാവമുള്ള റിപ്പോർട്ടുകളൊക്കെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആകാംക്ഷ പുരിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ ഏറെ നിർണായകവും ഏറെ ഗൗരവമുള്ളതുമായി മാറുന്നത്. എന്തായാലും ഈ വെളിപ്പെടുത്തലിൽ വിശദീകരണം നൽകുവാൻ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിൽ നടന്ന അക്രമ സമരത്തെ പിന്തുണച്ച് രംഗത്ത് വന്നവർ തന്നെ ഇക്കാര്യത്തിൽ എന്തായാലും ആകാംക്ഷ പുരി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ചില ഇൻഫ്ലുവൻസർമാരെയും ചില താരങ്ങളെയും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം നൽകുവാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ശരി ആദർശ, വളരെ വ്യക്തമാണ്. അതായത് ഈ ഡൽഹിയിലെ കലാപ നീക്കത്തിൽ ആ കലാപ നീക്കത്തെ പിന്തുണച്ചൊക്കെ ഇവിടെ നിന്നടക്കം വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ വരുന്നു, റീലുകൾ വരുന്നു. അപ്പോൾ അങ്ങനെ റീലുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് വെറുതെ അങ്ങ് വളരെ നിഷ്കളങ്കമായി സമരത്തെ പിന്തുണച്ചതല്ല. ഡൽഹിയിൽ കലാപ നീക്കമാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയ ശേഷം നടത്തുന്ന നീക്കങ്ങളാണ്. അത് പൊതുസമൂഹം തിരിച്ചറിയണമെന്നുള്ളതാണ് ഈ ആകാംക്ഷ പുരിയുടെ വാക്കുകളിൽ നിറയുന്നത്. ആദർശ് TS ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.